മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യം വന്നപ്പോൾ വലിയ പ്രതിഷേധമാണ് കേരളം കണ്ടത്. പ്രവർത്തകർ അണിനിരന്നു, നേതാക്കളെത്തി, പാർട്ടി സെക്രട്ടറി നിലത്ത് കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. മുദ്രാവാക്യം മുട്ടയേറ് തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി. അന്ന് മുട്ടയെറിഞ്ഞവരൊക്കെ ഇന്ന് അഴിയെണ്ണുകയാണ്. ആ ദിവസം CPM പ്രവർത്തകർ അടിച്ചു തകർത്തൊരു കാറുണ്ട്. അന്നന്നത്തെ അന്നത്തിനു വേണ്ടി പണിയെടുക്കുന്ന ഒരു സാധാരണ തൊഴിലാളിയുടെ കാർ. ഒരാൾ വിളിച്ചു ഓട്ടോ വിളിച്ചെന്ന് ഇതിന്റെ ആവശ്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞോളായിരുന്നു. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് സംഭവം എന്ന് അറിയുന്നത്. അല്ല, അറിയായിരുന്നു. പോലീസ് നോക്കുന്ന വിചാരിച്ചത് എസ്കോർട്ട് ഉണ്ടായിരിക്കും, വണ്ടി കൊണ്ടിടാൻ പറഞ്ഞായിരുന്നു. പിന്നെ വണ്ടി സ്പീഡ് എടുത്ത് അപ്പൊ ചില്ല് മൊത്തം പൊട്ടിയോണ്ട് എനിക്കൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. സ്വന്തം വണ്ടിയാ. ബാക്ക് ഫ്രണ്ട് സൈഡ് അവർ വഴിയൊരുക്കാൻ ശ്രമിച്ചു. പക്ഷേ പ്രവർത്തകരെല്ലാവരും കൂടി കയറി വളഞ്ഞുകൊണ്ട് കയ്യിലും പിന്നെ കണ്ണില് ചില്ല് വീണായിരുന്നു. സാധാരണക്കാരുടെ പാർട്ടി, തൊഴിലാളികളുടെ ശബ്ദം, ഇതാണ് ഇടതുപക്ഷത്തിന്റെ വിശേഷണം. ഇടതുപക്ഷത്തിന്റെ രാജ്യസഭാ MP A റഹീം ഒരു ഉറപ്പ് നൽകിയിരുന്നു. ആ തൊഴിലാളിയുടെ നഷ്ടം പാർട്ടി നികത്തുമെന്ന്. ഒരു ടാക്സി കാർ, അയാളൊരു തൊഴിലാളിയാണല്ലോ, ഒരു സാധാരണ തൊഴിലാളി. ആ കാർ ഉപയോഗിച്ച് ഉപജീവന മാർഗം നടത്തുന്നയാളാണ്. ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ കേൾക്കുകയും അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ തൊഴിലാളിയുടെ ഉപജീവന മാർഗം ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിൽ CPIM എന്നൊരു പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ധാർമ്മികതയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ CPIMൻ്റെ പ്രമുഖരായ നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ചു. അതിൻ്റെ ഒന്ന് നഷ്ടത്തെ സംബന്ധിച്ച് പരിശോധന നടത്തി വരണം എത്രയാണെന്നുള്ളത്. അസസ്മെന്റിന് ശേഷം ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ ആ കാര്യങ്ങൾ അവരുമായി, അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ തരത്തിലുള്ള ആശയങ്ങളും. ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടെന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയാണ്. ശ്യാംരാജ്, ആ പാവപ്പെട്ട തൊഴിലാളി, ആ വാക്ക് വിശ്വസിച്ചു. A റഹീം ആ വാക്ക് പറഞ്ഞിട്ട് 1.5 മാസമായി. നഷ്ടം നികത്തിയോ? പാർട്ടിയിൽ നിന്ന് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരാരും പിന്നെ വിളിച്ചിട്ടില്ല. പൈസ ഒന്നും അവരാരും പാർട്ടിക്കാരും ഇതുവരെയ്ക്കും എനിക്ക് പൈസ തന്നിട്ടില്ല. സ്വന്തം വണ്ടിയായിരുന്നു. പിന്നെ ഞാൻ ഫിനാൻസ് ഇട്ട വണ്ടി എടുത്തത്. അപ്പോൾ ഓൾറെഡി ഫിനാൻസ് മുടങ്ങി. അപ്പം ഒരു നമ്മൾ പ്രൈവറ്റ് ഫിനാൻസിൽ നിന്നാണ് വണ്ടി എടുത്തിരുന്നത്. അവരിപ്പം ജപ്തി നോട്ടീസൊക്കെ എനിക്ക് അയച്ചായിരുന്നു. അപ്പം വണ്ടി ഇറക്കി തന്നാലും ഈ പ്രൈവറ്റ് ഫിനാൻസ് ആയതുകൊണ്ട് അവർ വണ്ടി എടുക്കോ ഇല്ലെന്ന് എന്താണെന്ന് അറിയത്തില്ല. നോക്കൂ, എന്തൊരു ഗതികേടാണെന്ന്. തൊഴിലെടുക്കാൻ പോയതാണ്, ജീവിതം പോയി, ജീവനോപാധിയും പോയി, ഭാഗ്യം കൊണ്ട് ജീവൻ പോയില്ല. എന്താണ് ശ്യാംരാജിന്റെ തെറ്റ്? അറ്റകുറ്റപ്പണി നടത്താൻ വേണം 2 ലക്ഷത്തിനടുത്ത് രൂപ. ശ്യാംരാജിന്റെ കയ്യിൽ ആ പണമില്ല. പിന്നെയും എത്ര തവണ ED പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്തു. അന്ന് പ്രതിഷേധമില്ല, മുട്ടയേറുമില്ല. പിന്നെ എന്തിനായിരുന്നു ഒരു പാവപ്പെട്ടവന്റെ വയറ്റത്തടിച്ചത്? സഹായിച്ചാൽ സ്വാധീനമാകുമെന്നാണ് CPM നിലപാട്. ഇതിനിടയിൽ മുദ്രാവാക്യം മറക്കരുത്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്.